നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യത്തിൻ്റെ നികുതി ഘടനയിൽ വലിയ മാറ്റം വരാൻ പോകുന്നു. ജൂലൈ 1 മുതൽ GST നടപ്പിലാവുകയാണ്. GST നടപ്പാകുന്നത് ഒരു ഘട്ടത്തിൽ സെപ്റ്റംബർ 1 നീക്കും എന്ന് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര മന്ത്രിസഭ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുത്തു. ജൂലൈ 1 മുതൽ രാജ്യം GSTയിലേക്ക് മാറുകയാണ്. GST ഏത് തരത്തിലാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയെ സ്വാധീനിക്കാൻ പോകുന്നത്? ഏത് തരത്തിലായിരിക്കാം ഓഹരി വിപണിയെ ബാധിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. സ്വതന്ത്ര ഇന്ത്യ കാത്തിരുന്ന തീരുമാനം. ചരക്ക് സേവന നികുതി. സംസ്ഥാന അതിർത്തികളില്ലാതെ ജൂലൈ 1 രാജ്യം ഒരൊറ്റ നികുതിയിലേക്ക് ചുവടുവെക്കും. GSTയിൽ ഇനി കാലതാമസം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര റവന്യൂ സെക്രട്ടറി ഹസ്മുഖ് അദിയ വ്യക്തമാക്കി കഴിഞ്ഞു. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇന്ത്യ മുഴുവൻ ഏകീകൃതമായി നടപ്പിലാക്കുന്ന ഒരൊറ്റ നികുതി എന്ന ആശയത്തിന്. ഇവിടെ വരുന്ന വാങ്ങുന്ന സാധനങ്ങൾക്കും സർവീസുകൾക്കും ഉള്ള ഏകീകൃതമായിട്ടുള്ള ഒരു ടാക്സ് എന്നുള്ളത് ആണ് GST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലത് പല തരത്തിലുള്ള ടാക്സുകൾ, ഒത്തിരി ടാക്സുകൾ ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ എടുക്കുമ്പോഴോ പല ടാക്സുകൾ അതിൽ വരുന്നുണ്ട്. ടാക്സിൻ്റെ പുറത്ത് ടാക്സ്, അങ്ങനെ പല ഇതും കയറിയിട്ട് അത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഒരു ഏകീകൃതമായിട്ട് ഫോർമേഷൻ ആയിരിക്കില്ല, പല രീതിയിലാണ്. ഇത് വരുമ്പോഴത്തേക്കും ഒരൊറ്റ ടാക്സ് കാണുള്ളൂ. ഏകീകൃതമായിട്ടുള്ള ഇന്ത്യ ഒട്ടുക്കും ഏകീകൃതമായിട്ടുള്ള ഒരൊറ്റ ടാക്സ് ആയിരിക്കും അതിൽ വരും. എക്സൈസ് തീരുവ, അഡീഷണൽ എക്സൈസ് തീരുവ, സേവന നികുതി, മൂല്യവർദ്ധിത നികുതി, ലക്ഷറി ടാക്സ്, പ്രവേശന നികുതി, വിനോദ നികുതി തുടങ്ങിയവയെല്ലാം ജൂലൈ 1 മുതൽ ഇല്ലാതാകും. നികുതികളെല്ലാം GSTയിലേക്ക് ക്രോഡീകരിക്കും. എല്ലാം ഒന്നാകുന്നതോടെ സാധാരണക്കാർക്കുണ്ടാകുന്ന നേട്ടം സാധനങ്ങളുടെ വില കുറയും എന്നതാണ്. അന്തർ സംസ്ഥാന വിനിമയങ്ങളിൽ ഏത് സംസ്ഥാനത്താണോ ഉത്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് അവിടെ നികുതി നൽകിയാൽ മതിയെന്ന രീതിയാണ് GST പിന്തുടരുന്നത്. ഇത് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ GSTയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒരാളാക്കും. ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് ഒരു മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സാധനം പല എൻട്രി പോയിന്റുകളും കടന്ന് പല ടാക്സുകളും കടന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും എഫക്റ്റീവ് റേറ്റ്, നമ്മൾ ആക്ച്വൽ ശരിക്കും എത്ര റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാണുന്നതിലും കൂടുതൽ എഫക്റ്റീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും. ഇത് വരുമ്പോഴത്തേക്കും ആ ഡിഫറെൻറ്റ് എൻട്രി പോയിൻ്റ് ടാക്സുകളോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവീസും ഒക്കെ മാറിയിട്ട് ഒരൊറ്റ സിംഗിൾ ഫൈനൽ ഇത്ര പെർസെൻറ്റേജ് 28% ആണ്, 28% മാത്രമേ അതിൽ വരുന്നുള്ളൂ. അല്ലെങ്കിൽ 18% എന്ന് പറഞ്ഞാൽ 18% മാത്രമേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ലോജിസ്റ്റിക്സിൽ ഉണ്ടാകുന്ന ഫ്രീ മൂവ്മെൻറ്റ്. ഇപ്പോൾ ലോജിസ്റ്റിക്സിൽ ഇപ്പം പലപ്പോഴും വരുന്നിടത്ത് പലയിടത്തും ആക്ച്വലി ഹൈ കോസ്റ്റ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ചെക്ക് പോസ്റ്റിലും കൊണ്ടിട്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടൈം ലോസ് ഇതെല്ലാം കണക്കാക്കിയിട്ട് വരുമ്പോഴത്തേക്കുമുള്ള കോസ്റ്റ് ഹൈ ആണ്. അപ്പം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ലോജിസ്റ്റിക്സ് കോസ്റ്റിലും കുറവുണ്ടാവും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് അൾട്ടിമേറ്റ്ലി കൺസംഷൻ സ്റ്റേറ്റുകൾക്ക്, എസ്പെഷ്യലി നമ്മളിനി അറ്റം കിടക്കുന്ന സ്റ്റേറ്റാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എഫക്റ്റീവായിട്ട് അത് കുറയേണ്ടതാണ്. GSTക്ക് 2 ആഴ്ച മാത്രമാണ് ബാക്കിയെങ്കിലും വ്യാപാരികൾക്കെല്ലാം ഇതേക്കുറിച്ച് വലിയ ധാരണയായിട്ടില്ല. ഏതൊക്കെ ഘട്ടങ്ങളിൽ നികുതി ഒഴിവാകുമെന്നതിൽ വൻകിടക്കാർക്ക് മാത്രമാണ് കൃത്യമായ അറിവെന്ന് വിദഗ്ധരും വിലയിരുത്തുന്നു. ഇതാണ് ജൂലൈ 1 മുമ്പ് വമ്പൻ ഓഫറുകൾ നൽകി സാധനങ്ങൾ വിറ്റഴിക്കുന്നതിലേക്ക് വ്യാപാരികളെ നയിക്കുന്നത്. എന്നാൽ വൻകിടക്കാർ അവസരം മുതലാക്കി പഴയ സ്റ്റോക്ക് വിറ്റഴിക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി അവർക്ക് ബെനിഫിറ്റുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു നമ്മൾ അറിഞ്ഞ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇപ്പം ഇതിലൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പം അവിടുന്ന് ഒരു ഇപ്പോൾ 15% ആണെങ്കിൽ അവിടുന്ന് 15% ഉടനെ തന്നെ അടച്ചിട്ടാണ് അടുത്ത ആളുടെ കയ്യിൽ പോകുന്നത്, ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ പോകുന്നത്. ഡിസ്ട്രിബ്യൂട്ടറുടെ മാർജിൻ ഇടുമ്പോൾ ആദ്യം അടച്ച ടാക്സിന് പിന്നെ ടാക്സ് അടയ്ക്കുന്നില്ല. ബാക്കി എക്സ്ട്രാ മാർജിന് വേണ്ടിയിട്ട് 15% അതിൻ്റെ 15% അയാൾ അടയ്ക്കുന്നു. അപ്പം ഇങ്ങനെ ടാക്സ് ക്രെഡിറ്റ് ഉണ്ട് ഓരോ പോയിന്റിലും. ഇങ്ങനെ ഓരോ പോയിന്റിലും ടാക്സ് ക്രെഡിറ്റ് വന്നിട്ട് ലാസ്റ്റ് റീറ്റെയിലറുടെ അടുത്ത് വരുമ്പോൾ റീറ്റെയിലറുടെ പ്രോഫിറ്റിൻ്റെ എടുക്കുന്ന മാർജിൻ്റെ GST ആണ് അയാൾ അടയ്ക്കേണ്ടത്. അപ്പം ഓരോരോ പോയിന്റ് വഴിയിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ടാക്സ് ക്രെഡിറ്റ് വഴിയിട്ടാണ് വരുന്നത്. ഈ കറക്റ്റ് പോയിൻ്റായിട്ട് ആ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടാവും. അതുപോലെ ഈ സിസ്റ്റത്തിനകത്തുകൂടെ ഇല്ലാതെ വിൽക്കുന്നവർക്കത് ശരിക്കും ബുദ്ധിമുട്ടാവും.
ഓഹരി വിപണിയാണ് ചരക്കു സേവന നികുതിയെ ഉറ്റുനോക്കുന്നത്. ഉപ്പ് തൊട്ട് വിമാനം വരെയുള്ളവയെ ബാധിക്കുമെന്നതിനാൽ ഏത് മേഖലയിലുള്ള കമ്പനികളിലും GST ചലനം സൃഷ്ടിക്കും. പ്രതീക്ഷിച്ച പോലെ GST നടപ്പാക്കാനായാൽ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ കാത്തിരിക്കുന്നത് GDP-യിലെ 1% വരുന്ന വളർച്ചയാണ്. ഇനി വേണ്ടത് പിഴവുകളില്ലാതെ ചരക്ക് സേവന നികുതി സമ്പ്രദായം നടപ്പാക്കാനുള്ള സംവിധാനം മാത്രം. ഹെഡ് എക്സിക്യൂട്ടീവ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിൽ ചേരുകയാണ്. ഭുവനേന്ദ്രൻ, എങ്ങനെയാണ് പോയ വാരം വിപണിയെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുക? വലിയ ചലനങ്ങൾ പോയ വാരത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടില്ല. ചെറിയ ചാഞ്ചാട്ടങ്ങൾ ദൃശ്യമായിരുന്നു. വെള്ളിയാഴ്ചയും നേരിയ നഷ്ടത്തിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. എങ്ങനെ വിലയിരുത്താം പോയ വാരത്തെ? ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് വളരെ നാരോ അല്ലെങ്കിൽ വളരെ ടൈറ്റ് റേഞ്ചിലാണ് നിഫ്റ്റി മൂവ് ചെയ്തത്. 9651 എന്ന് പറയുന്ന അപ്പർ സൈഡും 9560 എന്ന് പറയുന്ന ലോവർ സൈഡ്. അപ്പോൾ ടോട്ടൽ 1 വീക്ക് മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് 90 പോയിൻ്റ് വേരിയേഷൻ മാത്രമാണ് ഉണ്ടായത്. അത് ലാസ്റ്റ് വീക്ക് അല്ല, ലാസ്റ്റ് 3 വീക്സ് ആയിട്ട് തന്നെ മാർക്കറ്റ് ഈ വളരെ ടൈറ്റ് റേഞ്ചിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. 9600 റേഞ്ചിൽ ഇപ്പോഴും മൂവ് ചെയ്യുന്നു എന്നുള്ളത് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാണ്. മേജറായിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനോടും മാർക്കറ്റ് അങ്ങനെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഇൻഫ്ലേഷൻ വന്നു, ബെറ്ററാണ്. അതുപോലെ തന്നെ US ഫെഡിൻ്റെ റേറ്റ് ഹൈക്ക് 25 ബേസിസ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്തു. പക്ഷേ ഓൾറെഡി ഇതൊക്കെ ഡിസ്കൗണ്ട് ചെയ്തതായിരുന്നു. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ വന്നെങ്കിൽ പോലും അതിനോടൊന്നും മാർക്കറ്റിന് അത്രത്തോളം ഒരു റിയാക്ഷൻ ഇങ്ങനെയുള്ള ന്യൂസുകളോട് ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും മേജറായിട്ടുള്ളൊരു ന്യൂസിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അതല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞല്ലോ, GSTയുടെ ഇംപ്ലിമെൻറ്റേഷൻ അത് ജൂലൈയിൽ വരുന്നു, അതുപോലെ ബെറ്റർ ആയിട്ടുള്ള മൺസൂൺ വരുന്നു. ഇതൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്ത ന്യൂസാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ന്യൂസുകളിനോട് മാർക്കറ്റ് ഈ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇത് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. അപ്പോൾ ഇനിയും മാർക്കറ്റ് ഫർദർ അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ മേജറായിട്ടുള്ളൊരു ന്യൂസ് ആവശ്യമാണ്. അപ്പോൾ ആ ന്യൂസ് ഇല്ലാത്തിടത്തോളം കാലം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വരും ദിവസങ്ങളിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. വളരെ ടൈറ്റ് റേഞ്ചിൽ തന്നെ മൂവ് ചെയ്യാനാണ് സാധ്യത. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലാസ്റ്റ് വീക്ക് സെല്ലിംഗ് സൈഡിലാണ്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വീണ്ടും മാർക്കറ്റിൽ ബൈയിങ് സൈഡിലേക്ക് വന്നു. ലാസ്റ്റ് വീക്ക് ഫാർമ സെക്ടറിൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ നമ്മൾ കണ്ടു. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മൂവ് ചെയ്തായിരിക്കും. പ്രത്യേകിച്ചും ഫ്രൈഡേ ചെറിയൊരു കറക്ഷൻ ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതുപോലെ IT സെക്ടറും ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഈ 2 സെക്ടറാണ് ഇപ്പോഴത്തെ ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എന്നാൽ ലാസ്റ്റ് ഒരു 2 വീക്സ് ആയിട്ട് ഫാർമ സെക്ടറിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. ബാങ്കിങ് സെക്ടറിൽ വലിയ വേരിയേഷൻസ് ഉണ്ടായില്ല. ഓവറോൾ മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവ് ആണെങ്കിൽ പോലും മാർക്കറ്റ് ഒരു പുതിയ ന്യൂസിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. ഭുവനേന്ദ്രൻ, വലിയ സംഭവങ്ങളില്ലാതെയാണ് വരാനിരിക്കുന്ന വാരത്തെയും വിപണി കാണുന്നത്. കാരണം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ നിലപാടുകളോ വരുന്ന വാരമല്ല. ഏത് തരത്തിലാണ് അടുത്ത വാരത്തെ താങ്കൾ വിലയിരുത്തുന്നത്? പ്രത്യേകിച്ചും മൺസൂൺ രാജ്യമെങ്ങും ശക്തിപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു നേട്ടം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ വിലയിരുത്തിയതാണ്. GST നടപ്പാകുന്ന കാര്യത്തിൽ പൂർണ്ണമായ സ്ഥിരീകരണം വന്നു. ഇതെല്ലാം വിപണി എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? മേജർ ഒരു ന്യൂസും ഇന്ന് ഇല്ല എന്നുള്ളതാണ്. കാരണം ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന യാതൊരു ന്യൂസുകളും ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കും ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. ഒരു മേജറായിട്ടുള്ള കറക്ഷനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ലാസ്റ്റ് വീക്ക് ഡാറ്റ പരിശോധിക്കുമ്പോൾ ഒരു സ്ലൈറ്റ് വീക്ക്നെസ് മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ലോങ് റണ്ണിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മേജർ ന്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ ചിലപ്പോൾ ബാങ്കിങ് സെക്ടറിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഫാർമ IT സെക്ടർ ചെറിയൊരു കറക്ഷൻ മോഡിലേക്ക് പോകാനും FMCG ബാങ്കിങ് പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ വാല്യൂഷൻ വളരെ ഫെയർ ആണ്. അപ്പോൾ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന ചില സ്റ്റെപ്സൊക്കെ തന്നെ ഇവരെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ നന്നായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് വാല്യൂഷൻ ഫെയർ വാല്യൂ ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. ഒരു മേജർ റൈഡിനോ അതിൽ മേജർ കറക്ഷനുള്ള സാധ്യത നെക്സ്റ്റ് വീക്ക് വളരെ കുറവാണ്. ഇനി നമുക്ക് ടെക്നിക്കൽ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. ടെക്നിക്കലി വിപണി എങ്ങനെ വിലയിരുത്താം? പ്രധാനപ്പെട്ട സപ്പോർട്ട് എവിടെ? പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏത് നിലയിലാണ്? മേജർ സപ്പോർട്ട് അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഡിസൈഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 9540 ആണ്. 9540 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ ഫർദർ ഒരു ഡൗൺ സൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അപ്പർ സൈഡ് 9700, 740, 9740 എന്ന് പറയുന്ന മേജർ 2 റെസിസ്റ്റൻസ് ആണ്. ഇതാണ് ലാസ്റ്റ് ഒരു 2 വീക്സ് മാർക്കറ്റിൻ്റെ മൂവിങ് റേഞ്ച്. അപ്പർ സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ 9700, 740 എന്ന് പറയുന്നതും ഡൗൺ സൈഡ് 9540 അതൊരു ക്രൂഷ്യൽ പോയിൻ്റാണ്. ഈ 9540 ലെവൽ
മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ഫർദർ കറക്ഷനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മാർക്കറ്റിന് 9300 ബിലോ മൂവ് ചെയ്യിക്കാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ ഓവറോൾ മാർക്കറ്റ് മൊമെൻറ്റം പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ 9540 വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഒരു ഇമ്മീഡിയറ്റ് അഭിലാഷ് മാർക്കറ്റിലൊരു വലിയൊരു റൈഡിനുള്ള പോസിബിലിറ്റിയോ വലിയൊരു ക്രാഷിനുള്ള പോസിബിലിറ്റിയോ നിലനിൽക്കുന്നില്ല ഇപ്പോഴത്തെ ന്യൂസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ. അതല്ലെങ്കിൽ ഏതെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്ന് ഒരു മാർക്കറ്റിലൊരു ഒരു ഇമ്മീഡിയറ്റ് കറക്ഷനുള്ളൊരു സാധ്യത കാണുന്നുള്ളൂ. ഇനി കമ്മോഡിറ്റി രംഗം ഒന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ചും ക്രൂഡും സ്വർണവും, ഈ രണ്ട് കമ്മോഡിറ്റിയുടെയും പോയ വാരത്തിലെ നിലവാരം ഏത് തരത്തിലായിരുന്നു? വരുന്ന ആഴ്ച ഈ രണ്ട് മേഖലകളിൽ എന്തെങ്കിലും മാറ്റത്തിന് കാര്യമായ സാധ്യതകളുണ്ടോ? രണ്ടും കറക്ഷൻ മോഡിലായിരുന്നു. അത് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞതാണ്. ഒന്ന് US-ൻ്റെ ഇൻവെൻട്രി പ്രതീക്ഷയിലും ബെറ്റർ ആയിട്ടുള്ള റിസർവ് കൂടി എന്നുള്ള ന്യൂസ്. അതുപോലെ ഒപെക് രാജ്യങ്ങൾ ലിബിയ, നൈജീരിയ പ്രൊഡക്ഷൻ കൂട്ടിയതുകൊണ്ട് തന്നെ ബാക്കി ഒപെക് രാജ്യങ്ങൾ സപ്ലൈ കൂട്ടി. അപ്പോൾ ഇതൊക്കെ തന്നെ ക്രൂഡിനെ സംബന്ധിച്ചൊരു നെഗറ്റീവായിരുന്നു. അത് വീണ്ടും കറക്ഷൻ മോഡിലേക്ക് പോയി. അതുപോലെ ഗോൾഡ് US ഫെഡിൻ്റെ റേറ്റ് ഹൈക്ക് അത് ചെറിയൊരു നെഗറ്റീവാണ്. അപ്പോൾ അതിനോടും ഗോൾഡ് പ്രൈസിൽ ഒരു കറക്ഷൻ നമ്മൾ കണ്ടു. നെക്സ്റ്റ് വീക്കും ഈ രണ്ട് സെക്ടറും വലിയൊരു കറക്ഷൻ മോഡിലേക്ക് പോയില്ലെങ്കിൽ പോലും ഈ നാരോ റേഞ്ചിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത് നമ്മൾ ഇക്വിറ്റി എടുത്താലും കമ്മോഡിറ്റി എടുത്താലും സംഭവിക്കുന്നത് മേജറായിട്ടുള്ള ഗ്ലോബൽ ന്യൂസുകളില്ല. ഇപ്പോൾ എസ്പെഷ്യലി കമ്മോഡിറ്റിയെ സംബന്ധിച്ച് മേജർ ഗ്ലോബൽ ന്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ നാരോ റേഞ്ചിൽ നെക്സ്റ്റ് വീക്ക് മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. വലിയ വേരിയേഷനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. രാജ്യത്തെ ബാങ്കിംഗ് സെക്ടറിൽ വീണ്ടും ഒരു ലയനത്തിൻ്റെ സാധ്യതകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അസോസിയേറ്റ് ബാങ്കുകളുമായി ലയിച്ചിരുന്നു. ഇപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കുകൾ, ചെറിയ ബാങ്കുകളടക്കം ഒരുമിച്ച് ഒറ്റ ബാങ്കാകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഏത് തരത്തിലാണ് ബാങ്കിംഗ് മേഖലയെ ബാധിക്കാൻ പോവുക? ഈ ബാങ്കുകളുടെ സ്റ്റോക്കിനെ എങ്ങനെ ബാധിക്കും? ഈ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് എന്ത് തരത്തിലുള്ള ഉപദേശമാണ് നൽകാനുള്ളത്? ഇതൊരു ബാങ്കിങ് സെക്ടറിൽ ഒരു കൺസോൾട്ടേഷൻ നേരത്തെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് പരിഗണനയിലുള്ളതാണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പല പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത് അധികം ബാങ്കുകൾ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റേറ്റ് ബാങ്കും SBT പോലെ ലയനം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ അത് കൺസോൾട്ടേറ്റ് ചെയ്ത് 5 ബാങ്ക് എന്നുള്ള രീതിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെനിക്ക് തോന്നുന്നു ബാങ്കിങ് സെക്ടറിനെ ഓവറോൾ ഇപ്പോഴുള്ള ബാങ്കുകളെ സംബന്ധിച്ച്, സ്റ്റേറ്റ് ബാങ്കിനെ സംബന്ധിച്ച്, കാനറ ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് തന്നെയാണ്. അതിലുപരി ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അതല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്ന പല സ്റ്റെപ്സും, ഇപ്പോൾ NPA തിരിച്ചു പിടിക്കാനും അങ്ങനെയുള്ള പല റൂളും ഈ സെക്ടറിനെ സ്ട്രെങ്തൻ ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളെല്ലാം തന്നെ വലിയൊരു കറക്ഷൻ മോഡിലാണ്. അതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ NPA കൺസേൺ ആണ്. അപ്പോൾ ഈ NPA എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് പല ബാങ്കുകളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി. അപ്പോൾ RBI ബാങ്കിങ് സെക്ടറിനെ തന്നെ ടോട്ടലി ഒരു പ്യൂരിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് റിയൽ ഇക്കണോമിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ബാങ്കിങ് സെക്ടറിനെ ഓവറോൾ ഇതൊരു പോസിറ്റീവ് സോണിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന പോലും ഇപ്പോൾ നമ്മൾക്കറിയാം കോമൺ പബ്ലിക് എല്ലാം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ. അതേ സമയത്ത് തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എത്രയോ മൾട്ടി ഫോൾഡ് റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകി കഴിഞ്ഞു. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വലിയൊരു കറക്ഷൻ മോഡിലാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2009 അല്ലെങ്കിൽ 2008 ഹൈയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും അതിലും 10-20% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് നടക്കുന്നത്. ആഫ്റ്റർ 10 years ഇപ്പോഴും 20% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് നടക്കുന്നത്. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് ലാസ്റ്റ് 2008 ഹൈ എന്ന് പറയുന്നത് 850 ലെവലിന് 849 വന്ന സ്റ്റോക്ക് ഇപ്പോഴും ബിലോ 400 ആണ് കാനറ ബാങ്ക് ഒക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു കറക്ഷൻ മോഡിലാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്ന ഇങ്ങനെ കൺസോൾട്ടേഷൻ ഇങ്ങനത്തെ എഫക്റ്റുകൾ തീർച്ചയായിട്ടും ഈ ബാങ്കിങ് സെക്ടറിന് പോസിറ്റീവാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാവുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ് ബാങ്ക് ഓഫ് ബറോഡയാണെങ്കിലും PNB, അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ ഈ ബാങ്കുകളൊക്കെ തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് തന്നെയാണ്. അതിലുപരി ഇപ്പോഴീ വന്നിരിക്കുന്ന ന്യൂസുകളെല്ലാം ഡിസ്കൗണ്ട് ചെയ്തൊരു വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടേം വ്യൂവിൽ ബാങ്കിങ് സെക്ടറിന് ഇത് പോസിറ്റീവാണ്, ഓവറോൾ ഇക്കണോമിക്ക് ഇത് പോസിറ്റീവാണ്, ഓവറോൾ ഇൻവെസ്റ്റേഴ്സിനും ഇത് പോസിറ്റീവാണ്. അതുകൊണ്ട് സ്റ്റേ ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 year ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ ആണ്.
ഇനി നമുക്ക് ഓട്ടോമൊബൈൽ സെക്ടർ ഒന്ന് പരിശോധിക്കാം. GST നടപ്പാക്കാൻ പോവുകയാണ്. മൺസൂൺ മെച്ചപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഗ്രാമീണ ഇന്ത്യയിലടക്കം വരുമാന വർധനവിന് സാധ്യതയുണ്ട്. ഇതെല്ലാം ഓട്ടോ സെയിലിനെ ഗുണകരമായി ബാധിക്കും. കൂടുതൽ വാഹനങ്ങൾ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊരു പൊതുപ്രതീക്ഷ ഉണ്ട്. എങ്ങനെ നമുക്ക് ഈ സെക്ടറിനെ വിലയിരുത്താൻ കഴിയും? പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ഉള്ള കമ്പനികളുടെയും ഒപ്പം തന്നെ കാറുകളുടെയും എല്ലാം വിൽപ്പന സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ എങ്ങനെയാണ്? ഈ സെക്ടർ ഈ സെക്ടറിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെയും എങ്ങനെ കാണാൻ കഴിയും? ഇത് ഓവറോൾ ഇപ്പോൾ ഈവൻ നെക്സ്റ്റ് വീക്ക് പോലും അതിൽ കമ്മിങ് 2 വീക്സ് പോസിറ്റീവ് സോണിൽ മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സെക്ടറാണ് ഓട്ടോമൊബൈൽ. ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ ലാസ്റ്റ് ഫിഗർ പുറത്തു വന്നപ്പോഴും സെയിൽസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഈവൻ ഡിമോണിറ്റൈസേഷന് ശേഷം പോലും ഓട്ടോമൊബൈൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിലുപരി ഈ മൺസൂൺ റൂറൽ കൺസംഷൻ കൂടും. മൺസൂൺ അതൊരു വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് GSTയുടെ ഇംപ്ലിമെൻറ്റേഷൻ. ഇതൊക്കെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ ഈ ഓവറോൾ ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് ഇമ്മീഡിയറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ സെയിൽസ് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെ പോസിറ്റീവായിട്ട് സെക്ടർ തന്നെയാണ്. അതേസമയത്തിൻ്റെ വാല്യൂഷൻ ഇപ്പോൾ നമ്മൾ മാരുതി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്രയോ ഹയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും അതൊരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. പക്ഷേ ഇപ്പോഴത്തെ വാല്യൂവേഷൻ ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി അത് ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. അതേസമയത്ത് ആ ഒരു സെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് അവർ ഡൊമസ്റ്റിക് സെയിൽസ് മോശം, അവരുടെ ലോസ് തന്നെയാണ് അവരുടെ കൺസേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ അശോക് ലേലാൻഡ് ഇപ്പോഴും അതൊരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിലാണ്. ഐഷർ മോട്ടോഴ്സ് അറിയാം. അങ്ങനെ എത്രയോ SML, ഇസൂസു പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ വലിയ റൈഡ് സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയും സ്പേസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഓട്ടോമൊബൈൽ സെക്ടർ എന്ന് പറയുന്നത് ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂ പോലും ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉള്ളതും ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. പക്ഷേ വലിയ റൈഡ് സംഭവിച്ച സ്റ്റോക്കിലേക്ക് നമ്മളുടെ ഫോക്കസ് ഇമ്മീഡിയറ്റ് പോകുന്ന അത്രത്തോളം അഡ്വൈസബിൾ ആയിരിക്കില്ല. കാരണം വലിയ റൈഡ് സംഭവിച്ച സ്റ്റോക്കിൽ ചിലപ്പോൾ ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർ ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓട്ടോമൊബൈൽ സെക്ടർ ഒരു പോസിറ്റീവ് സെക്ടർ തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഓരോ എപ്പിസോഡിലും പുതിയ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപകർക്കായി പരിചയപ്പെടുത്താറുണ്ട്. ഈ ആഴ്ച നിക്ഷേപകർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മികച്ച ഫണ്ട്, പ്രത്യേകിച്ചും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന നിലയിൽ ഏത് ഫണ്ടിനെയാണ് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക? DSP ബ്ലാക്ക് റോക്ക് ബാലൻസ് ഫണ്ട് ഇതൊരു ഹൈബ്രിഡ് ഫണ്ടാണ്. നമ്മൾ പലപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇക്വിറ്റിയിൽ മാത്രം എക്സ്പോഷറുള്ള ഫണ്ടുകളാണ് നോർമലി നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. ഇത് ബോണ്ടിലും ഇക്വിറ്റിയിലും. ഈ ഫണ്ടിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ടറിൽ അല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് സെക്ടറിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഫണ്ടാണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് മറ്റ് ഇക്വിറ്റി ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടേൺ കുറവാണ്. ഇതിപ്പോൾ ലാസ്റ്റ് 5 ഇയർ റിട്ടേൺ ബിലോ 20% ആണ്. 1 ഇയർ റിട്ടേൺ ഏകദേശം 20 അടുത്താണ്. അപ്പോൾ ഈ ഓവറോൾ ഇതിൻ്റെ റിസ്ക് വളരെ കുറവാണെന്നുള്ളതാണ്. മാർക്കറ്റിൽ വലിയൊരു ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിച്ചാൽ പോലും ഇങ്ങനെയുള്ള ഹൈബ്രിഡ് ഫണ്ടിനെ സംബന്ധിച്ച് കറക്ഷൻ വളരെ കുറവായിരിക്കും. കാരണം 74% ഇവർ ബോണ്ടിലാണ്, ഡിബഞ്ചർ ആ സെക്ടറിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ റിട്ടേൺ ഇപ്പോൾ നമുക്കറിയാം സ്മോൾ ക്യാപ്പിലൊക്കെ തന്നെ 35-40% റിട്ടേൺ 1 ഇയർ കൊടുത്തപ്പോൾ ഇത് 20 അടുത്താണ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് റിസ്ക് കുറവാണ്, അതേസമയത്ത് റിട്ടേൺ കുറവാണ്. അതുപോലെ തന്നെ ബോണ്ടിൽ 74%, ഇക്വിറ്റിയിൽ 25%. അതുപോലെ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഓട്ടോമൊബൈൽ സെക്ടറിലാണ് പ്രധാനമായിട്ടും ബാക്കി ഇവരുടെ എക്സ്പോഷർ. അതുപോലെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിലാണ് ഇവരുടെ പ്രധാനമായിട്ടും ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ സേഫ് ആയിട്ടുള്ളൊരു ഫണ്ടാണ് ഇത്. ഞാൻ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ആണോ എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു സേഫർ ഫണ്ട് വേണം എന്ന് വിചാരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു എൻട്രിക്ക് പറ്റിയൊരു ഫണ്ടാണ് DSPയുടെ ഈ ഒരു ഫണ്ട്, ബാലൻസ് ഫണ്ട്. അതേസമയത്ത് അഗ്രസീവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ ഫണ്ടുകൾ നമ്മൾ നേരത്തെ പലതും ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, കുറച്ച് ഫിയർ ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള കാറ്റഗറി ആളുകളെ സംബന്ധിച്ച് വളരെ സേഫായിട്ടുള്ളൊരു ഫണ്ടാണിത്. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിളാണ്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 1000, അതിൽ SIP സെഗ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 500 rupees വെച്ച് നമ്മൾ മന്ത്ലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. വളരെ നന്ദി മാർക്കറ്റ് വാച്ചിൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഓഹരി വിപണിയുടെ പ്രാഥമിക പാഠങ്ങളാണ് ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഓഹരികൾ എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്നത് എല്ലാവർക്കുമുള്ള സംശയമാണ്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും
കൂടിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നതാണ് ഏതൊരു കച്ചവടത്തിൻ്റെയും അടിസ്ഥാന തത്വം. ഓഹരിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് ലക്ഷ്യം. പക്ഷേ ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങൾ പ്രവചനാതീതമാണ്. ഓഹരി വില ഇടിയുമ്പോൾ ഏതുവരെ ഇടിയുമെന്നോ ഉയരുമ്പോൾ ഏതുവരെ ഉയരുമെന്നോ പറയാനാവില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ ആദ്യം വേണ്ടത് പേഷ്യൻസ് ആണ്. പെട്ടെന്ന് ആവശ്യമുള്ള പണം എടുത്ത് ഓഹരിയിൽ നിക്ഷേപിക്കരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, മാർക്കറ്റിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടാകും. നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് വില കുറഞ്ഞാൽ വിഷമിക്കരുത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഓഹരി വാങ്ങാൻ നീക്കി വെച്ചിരിക്കുന്ന പണം ഒരിക്കലും മുഴുവനായി ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഉദാഹരണത്തിന് നമ്മൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ 3 ഭാഗമാക്കി തിരിക്കണം. ആദ്യം 40,000 രൂപ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ. വീണ്ടും നമ്മൾ വാങ്ങിയ ഷെയറിൻ്റെ വില താഴോട്ട് വന്നാൽ മാത്രമേ അടുത്ത 30,000 രൂപ നിക്ഷേപിക്കാവൂ. വീണ്ടും താഴോട്ട് വന്നാൽ ബാക്കി 30,000 കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ 3 ലെവൽസിലാണ് ഓഹരി വാങ്ങുന്നത്. ഇത് നിങ്ങളുടെ പ്രൈസ് ആവറേജ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ വിപണി കുതിക്കുമ്പോൾ പാലിക്കേണ്ട തന്ത്രമാവരുത് വിപണി ഇടിയുമ്പോൾ കൈക്കൊള്ളേണ്ടത്. ഓഹരികൾ എപ്പോൾ വാങ്ങണം വിൽക്കണം എന്നത് നിങ്ങൾ ഏതുതരം നിക്ഷേപകൻ ആണെന്ന് കൂടി തീരുമാനിച്ചിട്ടാവണം. അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച പറയാം. മാർക്കറ്റ് വാച്ചിന് ഈ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiananews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് കത്തുകൾ അയക്കേണ്ടത്. മാർക്കറ്റ് വാച്ചിനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.